നിന്നോടൊരു കാര്യം പറഞ്ഞാ വിഷമം തോന്നരുത്. എന്താ ചേച്ചി? നീ കൊച്ചുകുട്ടിയൊന്നുമല്ല. ജോസണ്ണൻ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാ. അയൽവക്കത്തുള്ളവരൊക്കെ എന്താ വിചാരിക്കുക? ചേച്ചി എന്താ പറയണേ? ഞങ്ങൾ ഇവിടുന്ന് പോകുന്നവരെ നീ ഇവിടെ വരികയെ കിടക്കുകയെ എന്താണെങ്കിലും ആയിക്കോ. പക്ഷെ ഞങ്ങൾ പോയി കഴിഞ്ഞാ പിന്നെ നീ ഇവിടെ വരരുത്. എന്താ ഇത്? കണ്ണു തുറക്കേ. അവർക്കൊന്നും നിന്റെ മനസ്സറിഞ്ഞുകൂടാ. പോട്ടെ, തൈപ്പൊങ്കൽ ഇനി 10-15 നാളേ ഉള്ളൂ. അതുവരെ ക്ഷമിച്ച പോരെ? ഞാൻ ഒരു വീട് നോക്കി വെച്ചിട്ടുണ്ട്. ഇത്തിരി ദൂരെ. നീ കലയമുത്തൂര് പോയിട്ടുണ്ടോ? അവിടെയാ പൂക്കാരൻ സുബ്രഹ്മണ്യം എന്നെ കൊണ്ട് കാണിച്ചത്. 100 രൂപ വാടക. ഒരു മുറിയും ഒരടുക്കള. ചെറിയൊരു മുറ്റമുണ്ട്. അടുക്കളയ്ക്ക് ഒരു മുറിയുടെ അത്ര വലിപ്പം കാണും. ചുറ്റും താമസിക്കുന്നവരൊക്കെ എന്റെ പരിചയക്കാർ തന്നെയാ. പൂക്കച്ചവടക്കാരും നൂൽ കമ്പനിയിൽ ജോലി നോക്കുന്നവരൊക്കെ. ചായപ്പിൽ താമസമുള്ള മാമൻ പറഞ്ഞു. അത് വേണ്ട. വേണ്ട അല്ലേ? നീ എന്താ ഒന്നും മിണ്ടാത്തേ? അതും ഇത് ഓർത്ത് വെറുതെ വിഷമിക്കണ്ട. നമുക്കോർക്കാൻ വേറെന്തെല്ലാം ഉണ്ട്. നീ പറഞ്ഞ പോലെ മുല്ലപ്പൂക്കളും സൂര്യകാന്തി പൂക്കളും നട്ടു വളർത്താൻ തോട്ടം, അതിന്റെ നടുക്കൊരു കൊച്ചു വീട്, വീട്ടിലെ സജിമോനെ പോലെയും ബിജിമോളെ പോലെയും 2 മക്കള്. ഏയ് ഏയ് ചായ വെച്ചിട്ട് നേരെ എത്രയായി? ചായ അല്ലേ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത്? ഓ, ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിലും കാണേണ്ട ഒന്നും കാണൂലല്ലോ. നീ അതിന് മധുരം ഇട്ടില്ലേ? അങ്ങനെ മറവിയൊന്നും ആയിട്ടില്ല. എന്താ, മധുരം പോരാൻ തോന്നുന്നുണ്ടോ? അയ്യോ, വെറുതെ പറഞ്ഞാ. ഒന്ന് പതുക്കെ അലക്ക്. നീ ഇത് ആരോടെ വാശി തീർക്കും പോലാണല്ലോ. നീ ഇതെന്ത് ഭാവിച്ചാ? ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഇങ്ങനെ വലിച്ചലക്കല്ലേ. നിന്റെ സ്വഭാവം മഹാ ബോറാട്ടോ. അതിപ്പോഴേ തോന്നി തുടങ്ങിയുള്ളൂ. ശ്വാസം വലിക്കാൻ കിടന്ന് പാടുപെടുന്നത് ബാക്കിയുള്ളവർക്ക് നോക്കിയേക്കാൻ പറ്റാഞ്ഞിട്ടാ. ഒരു കുടുംബത്തിലെ ജോലികൾ ചെയ്യാനുള്ള ആരോഗ്യമൊക്കെ ഇപ്പൊ എനിക്കുണ്ട്. പറഞ്ഞു പറഞ്ഞ് എല്ലാരും എന്നെ ഒരു രോഗിയാക്കാതിരുന്നാ മതി. എന്നാ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. இன்னைக்கு எங்கேயும் போகலையா? அட என்ன இவ்வளவு சோகமா இருக்க? உன் புருஷன் செத்துட்டானா என்ன? உன் வேலையை பார்த்துட்டு நீ போ. அடடா, என் மேல எதுக்குமா கோவம்? உன்கிட்ட நல்லதும் சொல்லக்கூடாது கெட்டதும் சொல்லக்கூடாது. എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? വെറുതെ ഇവിടെ ഇരിക്കാനും പാടില്ലേ? വീട്ടിലിരിക്കാത്തനായിരുന്നു ഇത്ര നാളും കുറ്റം. കിടന്ന് ചാടി കിടക്കണ്ട. തളം തുടങ്ങി ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് ചോദിച്ചതാ. എനിക്കൊന്നുമില്ല. ചേച്ചി പൊട്ട കടിച്ചു മക്കളെ. ചേച്ചി ആരാ കടിച്ചേ? അത് അമ്മൂമ്മ വെറുതെ പറഞ്ഞതാ. ചേച്ചിക്ക് ഒന്നുമില്ല. പിന്നെ എന്താ വരാത്തെ? വാ ചേച്ചി, നമുക്ക് പട്ടം പറപ്പിക്കാം. ചേച്ചി വലിയൊരു പട്ടം ഉണ്ടാക്കിയിട്ട് വരാം. എപ്പോഴാ പട്ടം ഉണ്ടാക്കുക? ഉണ്ടാക്കി കഴിയുമ്പോ ചേച്ചി വിളിക്കാം. ഇപ്പൊ മക്കള് പൊയ്ക്കോ, അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. ചെല്ല്. കണ്ണ് തുറക്കുന്നില്ലല്ലോ. സ്വാമി, 10ൽ കുറയാത്തൊരു സംഖ്യ ദക്ഷിണ വെക്കൂ. സ്വാമിക്ക് മലയാളം നമുക്ക് എല്ലാ ഭാഷയും അറിയാം. ഓങ്കാരപ്പൊരുളിന് അർത്ഥം പറഞ്ഞ ഷൺമുഖ സന്നിധിയിലിരിക്കുന്ന നമുക്ക് ലോകങ്ങളും കാണാം.
ദക്ഷിണ വയ്ക്കൂ മകളെ. സമ്പത്തിനും സന്താനങ്ങൾക്കും ലോഭമില്ലാത്ത കുടുംബ വിളക്കാണു നീ. പക്ഷേ മാനസിക ക്ലേശം നിന്നെ അലട്ടുന്നു. നാട് വിട്ട് നാട് വന്നവളാണ് നീ. നിന്റെ ദേശം ഇതല്ല. സ്നേഹിതരായി നടിക്കുന്ന ശത്രുക്കളുണ്ട് നിനക്ക്. ഒരു സംഖ്യ പറയൂ. 858. 858. 858ഉം 858ഉം 10ൽ താഴെയുള്ള ഒരു ചെറിയ സംഖ്യ പറഞ്ഞാൽ മതി. 5. 5 5 10, 10 5 15, 5 1 6. 6 എന്നാൽ പുഴ, പുഴയെന്നാൽ നദി. നദിയുമായി ഏതോ ബന്ധമുള്ളൊരു ശത്രു നിന്റെ സ്ഥാനത്തിനായി ക്ഷുദ്രപ്രയോഗം നടത്തുന്നു എന്ന് നാം കാണുന്നു. நதியோட பந்தம்னா காவேரி தான். காவேரி நதியோட பேரு தானே. ഇഷ്ടമുള്ളവർ നഷ്ടമാകും. ശത്രുവിനെ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ മകളെ ദുഃഖം നിശ്ചയം. ഈ ഭസ്മം ആഹാരത്തിൽ 1 2 എന്നുള്ളിടുക. ദോഷങ്ങൾ മാറും. ഇഷ്ടമുള്ളവർ നിനക്ക് നഷ്ടമാകാതിരിക്കട്ടെ. ഓം മുരുക ഷൺമുഖ വേലായുധ. എന്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. 3-ാം നാൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോ തോമാശ്ലീഹായ്ക്ക് മാത്രം വിശ്വാസമായില്ല. മരിച്ച കർത്താവ് തന്നെയാണോ ഉയർത്തെഴുന്നേറ്റതെന്ന്. ഒടുവിൽ കർത്താവിന്റെ തിരുമുറികളിൽ തൊട്ട് ബോധ്യപ്പെട്ടപ്പോഴേ തോമാശ്ലീഹ കർത്താവിനെ വിശ്വസിച്ചുള്ളൂ. മനുഷ്യരായാൽ ഒന്നുകിൽ സ്നേഹിക്കുന്നവരെ വിശ്വസിക്കണം, അല്ലെങ്കിൽ തന്നെത്താൻ വിശ്വസിക്കണം, അതും അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കണം. ഇതൊന്നും ഇല്ലാത്തവരാണ് കണ്ണി കണ്ട കള്ളസ്വാമിമാരടുത്തും ജ്യോത്സ്യന്മാരടുത്തും ഒക്കെ ചെന്ന് അവർ പറയുന്ന മണ്ടത്തരങ്ങൾ മുഴുവൻ വേദവാക്യമായിട്ട് എടുക്കുന്നത്. ഞാനിതൊന്നും അറിയില്ല എന്ന് വിചാരിച്ചു. അല്ല, പോയിട്ട് ഇപ്പൊ എന്താ അറിഞ്ഞേ? എന്തിനാ ഇങ്ങനെ കിള്ളി കിള്ളി ചോദിക്കണേ? അറിയാൻ പാടില്ലാത്ത വല്ലതും ഞാൻ അറിഞ്ഞൊന്ന് മനസ്സിൽ പേടിയുണ്ടല്ലേ? പേടി? ഉറങ്ങണവരെ എണീപ്പിക്കാൻ പ്രയാസമില്ല, ഉറക്കം നടിക്കണവരെ എണീപ്പിക്കാൻ വലിയ പാടാ. റീസൺ നീ എന്തായി പറയുന്നേ? നിനക്കെന്താ വല്ല ബാധയും കൂടിയിട്ടുണ്ടോ? എനിക്ക് ബാധയൊന്നും കൂടിയിട്ടില്ല. ഒരു ബാധയും കൂടാൻ ഞാൻ ഒട്ട് സമ്മതിക്കൂല. എന്നാ പിന്നെ എനിക്കായിരിക്കും. ആയിരിക്കും. വെള്ളം അടിച്ച് ബോധമില്ലാണ്ടായാ പിന്നെ ഏതൊക്കെ ബാധ അദ്ദേഹത്ത് കൂടണമെന്ന് എങ്ങനെ അറിയാനാ? അല്ലേ ഇനിയിപ്പോ കൂടിയാ തന്നെ എന്താ അല്ലേ? നാട് വിട്ട് നാട് വന്നു കഴിഞ്ഞാൽ പിന്നെ നാണോ ഇല്ലെന്നാണല്ലോ ഇവിടെ ഓരോ ഉപദേശികളുടെ പ്രമാണങ്ങള്. വാക്കുകൾ പറയുമ്പോൾ നീ സൂക്ഷിക്കണം. ഞാൻ പറയുന്നതിനാ കുഴപ്പം. ഓരോരുത്തർ ഓരോന്ന് പ്രവർത്തിക്കണേ ഒരു കുഴപ്പമില്ല. ആരെന്ത് പ്രവർത്തിച്ചതാ നീ പറയണേ? ഇവിടെ നിനക്ക് എന്തെങ്കിലും കുറവ് ഞാൻ വരുത്തിയിട്ടുണ്ടോ? ഇതിനെ സ്നേഹിക്കാതിരുന്നിട്ടുണ്ടോ? അതോ മനസ്സിൽ കള്ളത്തരമുള്ളവരാ ഒരുപാട് സ്നേഹം കാണിക്കുന്നതും പാവത്തുങ്ങളെ പോലെ നടക്കുന്നതും. മനുഷ്യനെ വട്ടുപിടിപ്പിക്കേണ്ട പരിധി ഉണ്ട് കേട്ടോ. എന്തിനാ ഇങ്ങനെ ഇരുന്ന് ബഹളം ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലായി. ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി 2 ചാട്ടവും ചാടി കഴിയുമ്പോ ഇവിടെ ആരും ഒന്നും മിണ്ടൂലല്ലോ. നീ എന്തോ തിരുമേനി എപ്പോ വന്നു? ഞാന് അതായത് നമ്മുടെ കൃഷ്ണസ്വാമി ഉണ്ടല്ലോ, അയാളൊന്ന് കാണാൻ വേണ്ടി അറിയതാ. അപ്പൊ ഏതായാലും വഴിക്കാൻ പാടം ഒന്ന് കേറിട്ട് പോകാൻ വിചാരിച്ചു. അത്രേ ഉള്ളൂ. ഇരിക്കാൻ സമയമില്ല, ധൃതി ഉണ്ടേ. വരട്ടെ വരട്ടെ. ഹലോ, 2294 സുബയ്യ, ഒരു ടീ വാങ്ങിട്ട് വളരെ അതാ അത് വാങ്ങിട്ട്. சரிங்க. അണ്ണൻ ഇന്ന് ഊണ് കഴിക്കാൻ വീട്ടിൽ പോണില്ലേ? ഇല്ല, കുറച്ച് കണക്ക് ബില്ലോ ക്ലോസ് ചെയ്യണം. ഞാൻ വേണം വീട്ടിൽ പോയി മേടിച്ചോണ്ടിരാ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോക്കോളാം. നീ ഊണ് കഴിച്ചോ? ഇല്ല. ആ, പോയി കഴിച്ചിട്ട് വാ. എന്തിനാന്ന് പരിഗണന? പോയി കഴിച്ചിട്ട് വാ. ഇനി ഞാൻ നിന്റെ കാല് പിടിച്ച് തൊഴണോ?
வணக்கண்ணே. വണ്ടിയിൽ കൗണ്ടർ ഉണ്ടോ ഇല്ലപ്പാ? இருக்காருங்க. அடடே முத்துவா, എന്നാ കൗണ്ടർ സൗഖ്യമാ? நல்ல சௌக்கியம். തോക്കവിടെ? அத நான் இப்ப எடுக்கிறது இல்லப்பா. അതെന്താ കൗണ്ടർ? ஒரு விஷயம் சொல்லட்டுமா? சொல்லுங்க. நீ அன்னைக்கு அந்த பங்களாவுக்கு வந்ததுல இருந்து நான் ஒரு புது மனுஷன் ஆயிட்டேன். இந்த பாரு அம்முக்குட்டி, முகம் குறைச்சி திருக்கி. എന്റെ ഭാര്യ അമ്മുക്കുട്ടി. ഞാൻ പറഞ്ഞിട്ടില്ലേ മുത്ത്, എന്റെ തമ്പി മാതിരി. முத்து, நீ எப்ப வேணும்னாலும் வீட்டுக்கு வரலாம், என்ன உதவி வேணும்னாலும் கேட்கலாம். நான் சொன்னேன்ல, இப்ப நான் ஒரு புது மனுஷன் ஆயிட்டேன்னு. வரட்டுமா? சரிங்க செல்லப்பா, முதலாளி. வண்டி ஏடுறா. சரிங்க. അപ്പോഴേ ഇറങ്ങുകയാണെങ്കിൽ നല്ല തൈരും കൂട്ടി ബ്രാഹ്മണ ചാപ്പറ അടിച്ചിട്ട് പോവാം. ഇല്ല, ഞാൻ വീട്ടിലേക്ക്. എന്നാ വിട്ടോളൂ. കതിരി, കതിരി, അവിടെ നിന്നേ. എന്താ ഇവിടെ? ഞാൻ കടയിൽ വന്നതാ. നീ എന്താ ഇപ്പം വീട്ടിലേക്ക് വരാത്തെ? ഒന്നുമില്ലണ്ണ, വീട്ടിൽ കുറച്ച് ജോലി ഉള്ളതുകൊണ്ട്. കള്ളം പറയരുത്. നീ എന്റെ മുഖത്തേക്ക് നോക്കി. നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? സത്യം പറ, ട്രീസ് എന്തെങ്കിലും പറഞ്ഞു? അതെ, അവളോട് ഇവിടെ വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിനുള്ള കാര്യം എന്താണ് ഞാൻ ചോദിച്ചത്? അതെ, എന്നെ കൊണ്ട് തന്നെ പറയിക്കണോ? പറയണം. ഇവിടെ വരാതിരിക്കാൻ മാത്രം അവൾ എന്ത് തെറ്റാ ചെയ്തെന്ന് എനിക്ക് അറിയണം. ഞാൻ വെറും മണ്ടിയൊന്നുമല്ല, ചിലതൊക്കെ കണ്ടാ എനിക്ക് മനസ്സിലാവും. നീ എന്ത് കണ്ടു നായി പറയണേ? കുറെ നാളായി കൊത്തും കോളും ഒപ്പിച്ചോറൊന്ന് പറയാൻ തുടങ്ങിയിട്ട്. ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് അടങ്ങിയിരിക്കുമ്പം ഞാനും കണ്ടില്ല കേട്ടില്ല നടിച്ചു തന്നെയാ നടക്കണത്. ഏതായാലും ഇവിടെ വന്നു പോയില്ലേ, അടങ്ങാതെ പറ്റുമോ? വന്ന് അന്ന് മുതൽ കാണാൻ തുടങ്ങിയതാ ഓരോ കോപ്രായങ്ങള്. ഇതൊന്നും ആർക്കും മനസ്സിലാവില്ലെന്ന് വിചാരിക്കണ്ട. തിരക്കാണത്രേ തിരക്ക്. ആണ്ടിലും കൊല്ലത്തിലും ഒരിക്കല് നാട്ടിൽ വന്നൊന്ന് തലയെത്തിച്ച് നോക്കിട്ട് പോകും, നാട്ടുകാരെ ബോധിപ്പിക്കാൻ. നീ എന്തൊക്കെയായി പറയണേ? കൊഞ്ചിക്കാനും കൊഴിക്കാനും വേറെ ആളുണ്ടെങ്കിൽ പിന്നെ എന്നെ എന്തിനാ ഇങ്ങനെ വേഷം കെട്ടിക്കണേ? ഞാനങ്ങ് മാറി തന്നേക്കാൻ പോരെ? വെറുതെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ പറയണത് അനാവശ്യം. കെട്ടിക്കാൻ പ്രായ ഒരു പെണ്ണിനെ പിടിച്ച് രാത്രി കൂട്ടിന് നടത്തണ അനാവശ്യമല്ല. ഇന്ത്യ പോരെ നീ ചവിട്ടി നോക്കാൻ പഠിക്കും. കൊല്ല് കൊല്ല്, ഇതിലും ഭേദം അതാ. കൊല്ലവിടെ നിന്നെയൊക്കെ അതാ വേണ്ടേ? കുടുംബത്തിൽ പൊറപ്പിക്കാൻ കൊള്ളാത്ത നിന്നെയൊക്കെ കൊന്നിട്ട് ജയിലിൽ പോയാ അതിനുകൊണ്ടൊരു അന്തസ്. നീ പറഞ്ഞത് ശരിയാ, അവളെ ഞാനാ പൊറപ്പിക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചോണ്ട് ഞാൻ ഇവിടെ പൊറപ്പിക്കും. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാ ചെയ്യ.